കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പോകാറാകുമ്പോൾ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മാഡം, ഒന്നും തോന്നരുത്, ഇത് ചോദിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ അനുഭവിക്കുന്ന ഈ വേദന അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവൻ എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ എക്സ് പാർട്ട്ണറിനും വിഷമമുണ്ടോ ഞാനിപ്പോൾ ഈ പോകുന്നതൊക്കെ എന്നുള്ളത്. വൈ ഡു ഐ കീപ് തിങ്കിങ് ഇഫ് ദേ ആർ ഓൾസോ ഹാർട്ട് ബ്രോക്കൺ? ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? അവരെ മിസ് ചെയ്യുന്നത് മാത്രമല്ല, അവരും നമ്മുടെ പോലെ ഈ ഒരു മാനസിക വ്യത അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് തോട്ട്സ് മനസ്സിനെ വിടാത്തതാണ്. ഇതൊരു ലൂപ്പ് പോലെ നമ്മുടെ തലയിൽ ഇങ്ങനെ കയറി ഇറങ്ങും. കാരണം നമുക്കെപ്പോഴും ഒരു ക്ലോഷർ വേണം. സൈക്കോളജിയിൽ ഇതിന് ഇമോഷണൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. നമ്മൾ പോകുന്ന വേദന അവരുടെ മേൽ ഇങ്ങനെ അവരും പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പെയിൻ വാലിഡ് ആണല്ലോ എന്നുള്ളൊരു ആശ്വാസം നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? നമ്മൾ മിസ് ചെയ്യുന്നത് അവരെയല്ല, അവരോടൊപ്പമായിരുന്ന നമ്മുടെ വേർഷനാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, യു ആർ നോട്ട് ജസ്റ്റ് മിസ്സിങ് ദം, യു ആർ മിസ്സിങ് ദ വേർഷൻ ഓഫ് യുവർ ഹൂ ഫെൽറ്റ് സീൻ, സേഫ് ആൻഡ് കണക്റ്റഡ് വെൻ യു വർ വിത്ത് ദം. അപ്പോൾ നമ്മുടെ ഹോപ്പും കംഫർട്ടും അല്ലെങ്കിൽ സെൻസ് ഓഫ് വർത്ത് ഒക്കെ റെപ്രസെൻ്റ് ചെയ്തിരുന്നൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോകും എന്നുള്ളതാണ്. പക്ഷേ അവരും ഈ വേദന അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ആശ്വാസം കണ്ടെത്തലിൽ നമ്മുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Instead of asking, are they heartbroken too? Ask yourself, what part of me is still looking for answers from someone who's already walked away? എന്നിൽ നിന്ന് പിരിഞ്ഞു പോയ ആ വ്യക്തി ഇപ്പോഴും എന്നെ ഓർത്ത് വേദനിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം, എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയ ആ വ്യക്തിയെക്കുറിച്ചിട്ട് ഞാൻ വീണ്ടും ആലോചിക്കുന്ന എന്തുകൊണ്ടിട്ടാണ്, ഏത് പാർട്ടാണ് ഞാൻ ഹീൽ ചെയ്യേണ്ടത്, എൻ്റെ ഏത് ഭാഗമാണ് ഇപ്പോഴും വേദനിക്കുന്നത്, അവിടേക്ക് ഫോക്കസ് ആരംഭിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ദാറ്റ്സ് വെയർ യുവർ ഹീലിംഗ് ബിഗിൻസ്. ടേക്ക് കെയർ.